ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് എടുക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ കേരള പുരസ്കാരം 2023, ഹരിവരാസനം പുരസ്കാരം, ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം, ആർദ്ര കേരള പുരസ്കാരം, ദേശീയ പഞ്ചായത്ത് അവാർഡ് എന്നീ കാര്യങ്ങളാണ് എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, മിസ് ചെയ്യരുത്. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സാണ്. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള പുരസ്കാരം 2023. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ, അതായത് പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഒക്കെ ഇല്ലേ, അപ്പോൾ അത് ഇന്ത്യയിലല്ല കൊടുക്കുന്നത്. അപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത്. ഈ കേരള പുരസ്കാരത്തിന് 3 ഇൻക്ലൂഡ് ചെയ്യുന്നത്: കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഈ കേരള പുരസ്കാരത്തിന് നൽകുന്ന പതക്കങ്ങൾ, അതുപോലെ മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ഗോഡ്ഫ്രൈ ദാസ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല കേട്ടോ. കേരള പുരസ്കാരത്തിന് നൽകുന്ന പതക്കങ്ങൾ, മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തൊരു വ്യക്തിയാണ് ഗോഡ്ഫ്രൈ ദാസ്. ഓക്കെ, നമുക്ക് പുരസ്കാരങ്ങളിലേക്ക് പോവാം. കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് ടി പത്മനാഭൻ, സാഹിത്യത്തിലാണ്. ടി പത്മനാഭൻ സാഹിത്യമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവയൊക്കെ നിരസിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, പ്രഥമ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി, അതുപോലെ നളിതകാന്തി, ഗൗരി, കഥകൾക്കിടയിൽ, എൻ്റെ കഥ, എൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ പറയുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് കേരള പുരസ്കാരം 2023. കേരള ജ്യോതി പുരസ്കാരം കിട്ടിയ വ്യക്തി ആരെന്ന് ചോദിക്കും. ടി പത്മനാഭൻ. കേരള ജ്യോതി ടി പത്മനാഭൻ. എന്തിനാണ് കിട്ടിയത് ചോദിക്കും. സാഹിത്യം. ഓക്കെ, സാഹിത്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? കേരള ജ്യോതി ആണല്ലോ, ജ്യോതി, ടി പത്മനാഭൻ. അപ്പോൾ നമുക്കൊരു ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തേജസ്സായിരിക്കും. ജ്യോതി ഭയങ്കര ഉഷാറായിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ജ്യോതി, ഉഷാറ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കേരള ജ്യോതി, ജ്യോതി, ടി പത്മനാഭൻ, സാഹിത്യം. അപ്പോൾ ജ്യോതി, നമ്മുടെ മുഖത്തൊക്കെ ഭയങ്കര തേജസ് വരും, ജ്യോതി ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ആലോചിക്കുക. ഇതല്ലെങ്കിൽ നമ്മൾ കിലുക്കം സിനിമ ഉണ്ടല്ലോ, കിലുക്കം സിനിമയിൽ ആദ്യത്തെ ഫസ്റ്റ് സിനിമ, അപ്പോൾ അതിൽ മോഹൻലാലും പിന്നെ നമ്മുടെ രേവതിയും കൂടിയിട്ട് ഒരു കുഞ്ഞിൻ്റെ മുകളിൽ കയറിയിട്ട് ജ്യോതി വരുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ പറയുന്നില്ല. അപ്പോൾ ജ്യോതിയോട് ടീ കൂടി ചോദിക്കുന്നതെന്ന് ആലോചിക്കുക. ഐസ്ക്രീമും ടീയും ഓക്കെ, കാപ്പിയും അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ചോക്ലേറ്റും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ടീയും കൂടി ചോദിക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ ജ്യോതി വന്നില്ല, ടീ വന്നില്ല ഡയലോഗൊക്കെ ഒന്ന് ഓർമ്മ വരിക. അപ്പോൾ ടീ കൂടി ചോദിച്ചു എന്ന് വിചാരിക്കുക. ടി പത്മനാഭൻ, സാഹിത്യം. ഓക്കെ, നെക്സ്റ്റ്, കേരള പ്രഭ പുരസ്കാരം ലഭിച്ച 2 പേർക്കാണ്. എം ഫാത്തിമ ബീവി, സാമൂഹ്യ സേവനം, സിവിൽ സർവീസ്. രണ്ടാമത്തെ ആൾ സൂര്യകൃഷ്ണമൂർത്തി, നടരാജ കൃഷ്ണമൂർത്തി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കലയിലാണ്, കല. ഓക്കെ, അപ്പോൾ കേരള പ്രഭ 2 വ്യക്തിക്കാണ്. പ്രഭ, ഓക്കെ, പ്രഭയൊക്കെ ഉണ്ടാവുന്നത് ബീവി എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിംസൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ്, മീൻസ് കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബീവി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സ്വർണ്ണവും നല്ല പളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ബീവി എന്ന് അങ്ങനെയുള്ളവർ പറയാറില്ലേ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെയുള്ള പറയാറുണ്ട്. അപ്പോൾ ബീവി ഭയങ്കര തേജസ്സാണ്, ഭയങ്കര പ്രഭയാണെന്ന് ആലോചിക്കുക. കാരണം ഭയങ്കര ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര പ്രഭയാണ്. അതുപോലെ സൂര്യനും ഭയങ്കര പ്രഭയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബീവി പ്രഭയാണ്, സൂര്യനും പ്രഭയാണ്. നമുക്ക് കേരള പ്രഭയുമായിട്ട് കണക്ട് ചെയ്തൂടെ? എം ഫാത്തിമ ബീവി, സാമൂഹ്യ സേവനം. നമ്മുടെ എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്, വിയോഗത്തിൽ പഠിക്കാനുള്ള ഒരു വ്യക്തി കൂടിയാണ് എം ഫാത്തിമ ബീവി. സാമൂഹ്യ സേവനം, സിവിൽ സർവീസുമാണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. അതുപോലെ തമിഴ്നാട്ടിലെ ഗവർണർ കൂടിയായിരുന്നു. 1997 മുതൽ 2001 വരെ തമിഴ്നാട്ടിലെ ഗവർണർ കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് കേരള പ്രഭ അവാർഡ് കിട്ടിയത് ആർക്കാണ്? എം ഫാത്തിമ ബീവി. നല്ല പ്രഭ ഉണ്ടാവും, സാമൂഹ്യ സേവനം, സിവിൽ സർവീസും ആണ്.
ഓക്കെ. അതുപോലെ രണ്ടാമത്തെ വ്യക്തിയാണ് പ്രഭയിലെ രണ്ടാമത്തെ വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി. സൂര്യന് ഭയങ്കര പ്രഭയാണല്ലോ. സൂര്യ കൃഷ്ണമൂർത്തി. നടരാജ കൃഷ്ണമൂർത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. കലയാണ് ഇദ്ദേഹം, കല. മൂന്നാമത്തത് കേരള ശ്രീ പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പോൾ ഈ 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, നമ്മുടെ പത്മശ്രീക്ക് തുല്യമാണ് കേട്ടോ കേരള ശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 പേര് പഠിക്കാൻ ഒരു ചെറിയ കൂടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ കേരള ശ്രീ ആണല്ലോ, സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ, വനിത അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്ത്രീയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പൂനെയിലെ ഒരു സ്ത്രീ ഗംഗാ നദിയിൽ നിന്ന് വിരയെ ശേഖരിച്ച് മേശയിൽ വെച്ചു. പൂനെയിലെ ഒരു സ്ത്രീയുടെ ഒരു ഹോബിയാണ് വിരയെ ശേഖരിക്കുക എന്ന് പറയുന്നത്. ചുമ്മാ ഒന്ന് വിചാരിച്ചാൽ മതി. പൂനെയിലെ ഒരു സ്ത്രീ ഗംഗാ നദിയിൽ നിന്ന് വിരയെ ശേഖരിച്ച് മേശയിൽ വെച്ചു. ഓക്കെ, അപ്പോൾ കോഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്ന് കണക്ഷൻ പറയാം. പൂനെയിലെ സ്ത്രീ എന്ന് പറയുന്നത് പുനലൂർ സോമരാജനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനം പുനലൂർ സോമരാജൻ. അപ്പോൾ പൂനെയിലെ ഒരു സ്ത്രീ അല്ലേ, സ്ത്രീയുമായിട്ട് ഞാൻ കേരള സ്ത്രീ പുരസ്കാരമായിട്ടാണ് കണക്ട് ചെയ്തത്. അത് നമുക്ക് മനസ്സിലാവേണ്ടേ ഇത് കേരള സ്ത്രീ ആണ്, അല്ലെങ്കിൽ മാറിപ്പോകില്ല. അപ്പം പൂനെയിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുനലൂർ സോമരാജൻ, പൂനെയിലെ സ്ത്രീ കേരള സ്ത്രീ. ഓക്കെ, പൂനെയിലെ സ്ത്രീ എന്ത് ചെയ്തു, ഗംഗാ നദിയിൽ നിന്ന് VP ഗംഗാധരൻ ആരോഗ്യം, ഗംഗാ നദിയിൽ നിന്ന് വിരയെ ശേഖരിച്ച്, വിര തിരിച്ചിട്ട രവി കിട്ടുമല്ലേ, രവി DC, വിരയെ ശേഖരിച്ച്, ചന്ദ്രശേഖർ, KM ചന്ദ്രശേഖർ, സിവിൽ സർവീസ്, KM ചന്ദ്രശേഖർ. ശേഖരിച്ചിട്ട് എവിടെ വെച്ചു, മേശയിൽ വെച്ചു. രമേശ്, പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പോൾ പൂനെയിലെ സ്ത്രീ ഗംഗാ നദിയിൽ നിന്ന് വിരയെ ശേഖരിച്ച് മേശയിൽ വെച്ചു. കേരള സ്ത്രീ പുരസ്കാരമാണ് പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. 5 പേര് ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരുടെ എന്തിനാണ് കിട്ടിയത്, ഏത് മേഖലയാണെന്ന് ഒന്നും കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കണം. പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനമാണ്. ഓക്കെ, എനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ എനിക്കൊരു ആനയുടെ പേരായിട്ടാണ് തോന്നുന്നത്. പുനലൂർ സോമരാജൻ, ഒരു രാജൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആനയുടെ പേരായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആനയൊക്കെ ഭയങ്കര സാമൂഹ്യ സേവനമാണ്, എല്ലാവർക്കും ഇതൊക്കെ എടുത്തു കൊടുക്കും. ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് VP ഗംഗാധരൻ ആരോഗ്യമാണ്. അപ്പോൾ VP ഗംഗാധരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചാബി ഹൗസ് സിനിമയിലെ ഗംഗാധരൻ ഇല്ലേ, കൊച്ചിൻ ഹനീഫയായിട്ടല്ലേ. അപ്പോൾ കൊച്ചിൻ ഹനീഫ ഭയങ്കര ആരോഗ്യമാണെന്ന് ആലോചിച്ചാൽ മതി, ഗംഗാധരൻ ആരോഗ്യമാണെന്നൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 2 ഗ ഉണ്ട്, ഇവിടെ ഒരു ഗ ഉണ്ട് എന്നൊന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ് രവി DC വാണിജ്യം. രവി നമ്മൾ പറഞ്ഞത് വിരയായിട്ടാണ്. അപ്പോൾ വിരയുടെ ഒരു വാണിജ്യം എന്ന് വിചാരിക്കുക. വിരയെ വിൽക്കുന്നത് അല്ലേ, വാങ്ങുന്നത്, നമുക്കൊരു വാണിജ്യമാണെന്ന് വിചാരിച്ചാൽ മതി. രവി DC വാണിജ്യം. നെക്സ്റ്റ് KM ചന്ദ്രശേഖർ സിവിൽ സർവീസ്. അപ്പോൾ ഈ സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ, നോളജുകളൊക്കെ ശേഖരിക്കുന്ന ആലോചിക്കുക. KM ചന്ദ്രശേഖർ സിവിൽ സർവീസ്. നെക്സ്റ്റ് പണ്ഡിറ്റ് രമേശ് നാരായൺ കല. അതെങ്ങനെ ആലോചിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞത് മേശ എന്നാണല്ലോ, മേശ. അപ്പോൾ ഈ മേശ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കലയാണല്ലോ. മേശ ഉണ്ടാക്കുക, പ്രതിമ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കലയാണ്. അപ്പോൾ കലയായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ഈസി ആയിരിക്കും. അല്ലെ, കേരള പുരസ്കാരം 2023 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. ഹരിവരാസനം പുരസ്കാരം 1 ലക്ഷം. ഹരിവരാസനം പുരസ്കാരം 1 ലക്ഷം രൂപയാണ് ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാന റേറ്റ് അല്ലേ. നെക്സ്റ്റ് ഇതിലെ കാര്യങ്ങൾ പറയാം. 2024 വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥൻ. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു കാര്യം പറയാം. താഴ്ന്ന മുകളിലോട്ടാണ് എൻ്റെ കണക്ഷനൊക്കെ പറയുന്നത്. 2022, 23, 24. അപ്പോൾ രംഗത്ത് ഒരു കുമാരനുണ്ടായിരുന്നു. ആ കുമാരനാണ് നമ്മൾ അയ്യപ്പനാണെന്ന് വിചാരിക്കുക. അയ്യപ്പൻ ഒരു കുമാരനല്ലേ, നമ്മൾ പണ്ടൊക്കെ സീരിയലൊക്കെ കാണാനില്ലേ. അപ്പോൾ രംഗത്ത് ഒരു കുമാരനുണ്ടായിരുന്നു. അപ്പോൾ ആ കുമാരൻ
കുമാരൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടായിരുന്നു, ഒരു ദാസനും കൂടി ഉണ്ടായിരുന്നു. കുമാരനോടൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു ദാസനും കൂടി. അപ്പോൾ രംഗത്ത് ഒരു കുമാരനും ഒരു ദാസനും ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ രംഗത്ത് പറയുമ്പോൾ ആലപ്പി രംഗനാഥൻ 2022. രംഗം എന്ന് പറയുമ്പോൾ രണ്ടക്ഷരമാണല്ലോ. അപ്പോൾ രംഗം രണ്ടക്ഷരം 222. രംഗത്ത് ആരുണ്ടായിരുന്നു? ഒരു കുമാരൻ ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞല്ലേ കുമാരൻ. കുമാരൻ 2023. ശ്രീകുമാരൻ തമ്പി. ആ കുമാരൻ്റെ അടുത്ത് ആരും കൂടി ഉണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ദാസനും കൂടി ഉണ്ടായിരുന്നു. ദാസൻ വീരമണി ദാസൻ 2024. ഓക്കെ, അപ്പം നമുക്ക് ഈ ഭാഗമെല്ലാം മനസ്സിലായല്ലോ. ഹരിവരാസനം പുരസ്കാരം 1,00,000 2022 ആലപ്പി രംഗനാഥൻ. രംഗത്ത് കുമാരനും ദാസനും ഉണ്ട്. 2023 ശ്രീകുമാരൻ തമ്പി. 2024 വീരമണി ദാസൻ. 16ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2023 നേടിയത് ഇ സന്തോഷ് കുമാറാണ്. നാരകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2023 ഈ 3 കൂട്ടിയാൽ 6 കിട്ടുമല്ലോ. 16 കണക്ട് ചെയ്യാലോ. 2023 3 കൂട്ടിയാൽ 6 കിട്ടും. അപ്പോൾ 16ാമത് ബഷീർ സ്മാരക പുരസ്കാരം. ഈ ബഷീർ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റൂമിലൊക്കെ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്ന് പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ആലോചിക്കുക. ഇ സന്തോഷ് കുമാർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 16ാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 2023 ഇ സന്തോഷ് കുമാറാണ്. നാരകങ്ങളുടെ ഉപമ. ഇനി നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആർദ്രം കേരള പുരസ്കാരം 2021-22. അപ്പോൾ ഇത് അവസാനമായിട്ട് കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം മാത്രം കോഡ് പറയാം കേട്ടോ. ജില്ലാ പഞ്ചായത്തിൽ ആർദ്രം കേരള പുരസ്കാരം ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് കോഴിക്കോടും സെക്കൻഡ് പാലക്കാടുമാണ് കിട്ടിയത്. കോർപ്പറേഷൻ ഫസ്റ്റ് തിരുവനന്തപുരം, സെക്കൻഡ് കൊല്ലം. മുനിസിപ്പാലിറ്റി ഫസ്റ്റ് പിറവം, സെക്കൻഡ് കരുനാഗപ്പള്ളി. ബ്ലോക്ക് പഞ്ചായത്ത് ഫസ്റ്റ് മുളന്തുരുത്തി, രണ്ടാമത്. സെക്കൻഡ് കിട്ടിയത് നെടുങ്കണ്ടം. ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ് ചെന്നീർക്കര, പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ് ചെന്നീർക്കര. സെക്കൻഡ് പോത്തൻകോട്, തിരുവനന്തപുരത്തൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ്, വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, എൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഞാൻ പറയുന്നത് ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് കൃത്യമായിട്ട് ഈ ലെവലിൽ ഒന്ന് ഓർത്തെടുക്കണം. എന്നാൽ മാത്രം മറ്റേതും നിങ്ങൾക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ കിട്ടും, അല്ലെങ്കിൽ മിക്സ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ആദ്യത്തെ ഈ ഭാഗത്തെ ഞാൻ കാര്യം പറയാം. 6 JCB MPക്ക് ഗാർഡായിട്ട് പോയി. 6 JCB. ഓക്കെ, മനസ്സിൽ വരിക. JCB അല്ലേ, 6 JCB ഉണ്ട്. 6 JCBയും ഒരു MPക്ക് ഗാർഡായിട്ട് പോയി. ഓക്കെ, ഇവിടെ JCB എന്നുള്ളത് ഈ JC എന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ MP എന്നുള്ളത് MB ആണ് കേട്ടോ. MPക്ക് ഗാർഡായി പോയി. ഞാൻ ഈ കോഡ് എഴുതിയത് കണ്ടില്ലേ, ഇതുപോലെയാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. 6 JCB MPക്ക് ഗാർഡായി പോയി. ഗാർഡായി പോയി. അപ്പോൾ കണക്ഷൻ പറയാം. 6 എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആർദ്രം കേരളം പുരസ്കാരം 2021-22 ആണ്. 6 ആർദ്രം. ഓക്കെ, JCBയിൽ J എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത്, C കോർപ്പറേഷൻ, നെക്സ്റ്റ് M മുനിസിപ്പാലിറ്റി, B ബ്ലോക്ക് പഞ്ചായത്ത്, G ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഈ ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതേ ഉള്ളൂ, കാരണം ആവർത്തിച്ചൊരു അക്ഷരം വരുന്നില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, 6 JCB MPക്ക് ഗാർഡായിട്ട് പോയി. ഓക്കെ, ഇനി തൊട്ടിപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അല്ലേ, ഞാൻ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് 2 വീതമല്ലേ എല്ലായിടത്തും ഉള്ളത്, ഫസ്റ്റ് സെക്കൻഡും അല്ലേ പറയുന്നത്, അത് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, കോഡ് പറയാണ്. കേരള പോലീസ് തോക്കെടുത്തപ്പോൾ പിറന്ന കുരുന്ന് മുളയെടുത്ത് കണ്ടം വഴി ഓടി, ചെന്നായയും പോത്തും കൂടി ഓടി. ഓക്കെ, കോഡ് ഇതാണ്. കേരള പോലീസ് തോക്കെടുത്തു. അപ്പോൾ കേരള പോലീസ് തോക്കെടുത്തപ്പോൾ ഒരു പിറന്ന കുട്ടി ഉണ്ടായിരുന്നു. പിറന്ന കുരുന്ന് മുളയെടുത്ത് കണ്ടം വഴി ഓടി, ചെന്നായയും പോത്തും കൂടെ ഓടി. ഇതാണ് കോഡ്. അപ്പോൾ കേരള പോലീസ് എന്ന് പറയുന്നത്, കേരള പോലീസ് ഇംഗ്ലീഷിൽ എഴുതി എങ്ങനെ ഉണ്ടാവും? KP. കേരള പോലീസ് KP ആണല്ലോ. അപ്പോൾ K കോഴിക്കോട്, P പാലക്കാട്.
കേരള പോലീസ് തോക്കെടുത്തല്ലേ. അപ്പോൾ തോക്കെടുക്കുമ്പോൾ ടി കെ, തോക്ക്, ടി കെ. അപ്പോൾ ടി തിരുവനന്തപുരമാണ്, കെ കൊല്ലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജില്ലയായതുകൊണ്ടാണ് ഇങ്ങനെ അക്ഷരം മാത്രം പറഞ്ഞത്. കോഴിക്കോട്, കേരള പോലീസ് കോഴിക്കോട്, പാലക്കാട്. തോക്കെടുത്തപ്പോൾ ടി കെ തിരുവനന്തപുരം, കൊല്ലം. ഓക്കെ, തോക്കെടുത്തപ്പോൾ എന്താ പറഞ്ഞത്? പിറന്ന കുരുന്ന്, മുള എടുത്തല്ലേ. അപ്പം പിറന്ന കുരുന്ന് പറയുമ്പോൾ പിറവം, പിറവം. കുരുന്ന്, കുരു അല്ലെ, കരുനാഗപ്പള്ളി. പിറന്ന കുരുന്ന് എന്താ ചെയ്തത്? മുളയെടുത്ത് കണ്ടം വഴി ഓടി, അല്ല മുളയെടുത്ത് മുളം തുരുത്തി കണ്ടം വഴി ഓടി. കണ്ടം, നെടുങ്കണ്ടം. അപ്പോൾ എന്താണ് കണ്ടത്തിൽ സ്വാഭാവികമായിട്ട് എന്തൊക്കെ ഉണ്ടാവും? ഒരു പന്നി ഉണ്ടായിരുന്നു, ഒരു പോത്തും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെന്നായ ഉണ്ടായിരുന്നു, ഒരു പോത്തും ഉണ്ടായിരുന്നു എന്നാലേക്ക്. അപ്പോൾ ചെന്നായ, ചെന്നീർക്കര. പോത്ത്, പോത്തൻകോട്. ഓക്കെ, അപ്പോൾ കേരള പോലീസ് തോക്കെടുത്തപ്പോൾ പിറന്ന കുരുന്ന് മുളയെടുത്ത് കണ്ടം വഴി ഓടി. അപ്പോൾ എന്തുണ്ടായി? ചെന്നായും പോത്തിനെയും കണ്ടു അല്ലേ. ചെന്നായും പോത്തും കൂടി ഓടി. അപ്പോൾ ഇതാണ് കോഡ്. അപ്പോൾ ഈ കോഡ് കൃത്യമായിട്ട് ഈ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആർദ്രം കേരളം പദ്ധതി കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം ഞാൻ. ആർദ്രം കേരളം പദ്ധതി 2021-22. അപ്പോൾ ഈ ഭാഗത്ത് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും? 6 JCB MPക്ക് ഗാർഡായിട്ട് പോയി. അപ്പോൾ 6 JCB എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്. അവസാനത്തെ ഗ്രാമപഞ്ചായത്ത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഫസ്റ്റും സെക്കൻഡും അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് കോഡ്? കേരള പോലീസ് തോക്കെടുത്തപ്പോൾ പിറന്ന കുരുന്ന് മുളയെടുത്ത് കണ്ടം വഴി ഓടി. അപ്പോൾ കൂടെ ആരും ഓടി? ചെന്നായും പോത്തും കൂടി ഓടി എന്നാലോചിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഫസ്റ്റ് കോഴിക്കോട്, സെക്കൻഡ് പാലക്കാട്, കോർപ്പറേഷൻ ഫസ്റ്റ് തിരുവനന്തപുരം, സെക്കൻഡ് കൊല്ലം, മുനിസിപ്പാലിറ്റി ഫസ്റ്റ് പിറവം, സെക്കൻഡ് കരുനാഗപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് ഫസ്റ്റ് മുളന്തുരുത്തി, സെക്കൻഡ് നെടുങ്കണ്ടം, ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ് ചെന്നീർക്കര, സെക്കൻഡ് പോത്തൻകോട്. ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്. കേരള പോലീസ് തോക്കെടുത്തപ്പോൾ പിറന്ന കുരുന്ന് മുളയെടുത്ത് കണ്ടം വഴി ഓടി. ചെന്നായും പോത്തും കൂടെ ഓടി. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023. ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023. ദേശീയ പഞ്ചായത്ത് അവാർഡാണ്, പഞ്ചായത്ത്. ഓക്കെ, മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ചെറുതല. മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ചെറുതല, ആലപ്പുഴ. ഓക്കെ, അതെങ്ങനെ പഠിക്കാം? ശിശു എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കുമല്ലോ. ശിശു, ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ ശിശു എന്ന് പറയാം. അപ്പോൾ ശിശു, ചെറുതന ആലോചിച്ചൂടെ? മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്താണ്? ചെറുതന, ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ചെറുതന. നെക്സ്റ്റ്, സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ ഫസ്റ്റ് കിട്ടിയത് വിയ്യപുരം. സ്വയം പര്യാപ്തമായ വ്യക്തികൾ അല്ലെ, സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ. അപ്പോൾ സ്വയം പര്യാപ്തമാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വയസ്സാവുന്ന ആലോചിക്കുക അല്ലേ. നമ്മൾ പണിയെടുത്ത് സ്വയം പര്യാപ്തമാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും വയസ്സാവുന്ന ആലോചിക്കുക. വയസ്സായി നമ്മൾ വയ്യാണ്ടാവും. വിയ്യപുരം. ഓക്കെ, സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ ഫസ്റ്റ് ലഭിച്ചത് വിയ്യപുരമാണ്. ആലപ്പുഴ ജില്ലയിലാണ് വിയ്യപുരം. ചെറുതനയും ആലപ്പുഴയിലാണ് കേട്ടോ. നെക്സ്റ്റ്, ജലപര്യാപ്തത പ്രവർത്തനങ്ങൾക്ക് സെക്കൻഡ് ലഭിച്ചത്. ജലപര്യാപ്തത പ്രവർത്തനങ്ങൾക്ക് സെക്കൻഡ് ലഭിച്ചത് പെരുമ്പടവ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ജലം പര്യാപ്തമല്ല എന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളം കിട്ടാണ്ടാവുക ഒക്കെ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പറയാറില്ലേ, ജലമില്ല, ജലം പര്യാപ്തമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ജലം പര്യാപ്തമാവുന്നത് ഈ ജലം വരുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ പെരുമ്പാമ്പ് കൂടിയോണ്ടാണോ എന്ന് വിചാരിക്കുക. ഓക്കെ, ജലം പര്യാപ്തമാവുന്നത് ജലം വരുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പെരുമ്പാമ്പ് കൂടിയതാണ്, അതുകൊണ്ടാണ് ജലപര്യാപ്തത എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. ചുമ്മാ ഒന്ന് ചിന്തിക്കുക. ജലപര്യാപ്തത പ്രവർത്തനങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയത് പെരുമ്പടവ്. പെരുമ്പടവ്. സദ്ഭരണ വിഭാഗത്തിൽ തേർഡ് അളഗപ്പ നഗർ, തൃശ്ശൂർ. സദ്ഭരണ വിഭാഗത്തിൽ തേർഡ് അളഗപ്പ നഗർ, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ സദ്ഭരണം, നല്ല ഭരണമൊക്കെ നടത്തുന്നത് അപ്പനാണെന്ന് വിചാരിച്ചാൽ മതി. നല്ല അഴകുള്ള അപ്പനാണെന്ന് വിചാരിച്ചാൽ മതി. സദ്ഭരണം അല്ലേ, സദ്ഭരണം, നല്ല ഭരണമൊക്കെ നടത്തുന്നത് അപ്പനാണ്. ഓക്കെ, അപ്പനാണെന്ന് വിചാരിക്കുക. തൃശ്ശൂരാണ്. അപ്പോൾ സദ്ഭരണ വിഭാഗത്തിൽ തേർഡാണ് കിട്ടിയത്. തേർഡ് അളഗപ്പ നഗർ. ഓക്കെ, ദേശീയ പഞ്ചായത്ത് അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം ഉള്ളതാണ്. അതിൽ കേരളത്തിൽ കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.